മോനെ, എങ്ങനെ ഉണ്ടായിരുന്നു നിന്റെ ബർത്ത്ഡേ? അടിച്ചു പൊളിച്ചോ? അതെ, അടിപൊളിയായിരുന്നു. എനിക്ക് വളരെ സന്തോഷമായി. കൂടാതെ ഞാൻ ഒരുപാട് പുതിയ കാര്യങ്ങളും പഠിച്ചു. മോനെ, അവർക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനുള്ള സമയമായി. കോയമ്പത്തൂരിലേക്കുള്ള ട്രെയിൻ പിടിക്കണ്ടേ? രാജു, നിന്റെ കസിനെ യാത്ര അയക്കാൻ നീയും വരുന്നു എൻ്റെ കൂടെ? തീർച്ചയായും, എനിക്ക് വരെ ഇഷ്ടാ. ഞാൻ കാർ പാർക്ക് ചെയ്തിട്ട് ഇപ്പൊ വരാം. നിങ്ങളെല്ലാരും വെയിറ്റ് ചെയ്യ്. വാ രാജു, നമുക്ക് പ്ലാറ്റ്ഫോം ടിക്കറ്റ് വാങ്ങിക്കാം. നിന്റെ അങ്കിളിനെ യാത്ര അയക്കാൻ പ്ലാറ്റ്ഫോമിൽ കയറണമെങ്കിൽ നമ്മൾ ഈ ടിക്കറ്റ് വാങ്ങിച്ചേ പറ്റൂ. നമ്മുടെ റിസർവേഷനും ഏത് കോച്ചാണെന്നുള്ളതും നമുക്ക് ഒന്നുകൂടെ കൺഫേം ചെയ്യാം. ഗുഡ്, എല്ലാം കറക്റ്റാ. അകത്തേക്ക് കയറിക്കോ. നമ്മുടെ ബർത്തിന്റെ നമ്പർ 7ഉം 8ഉം 9ഉം ആ. അരുൺ, അല്ലെങ്കിൽ തന്നെ ലേറ്റായി. പെട്ടെന്ന് കയറിയിരിക്കേ. ട്രെയിൻ പുറപ്പെടാൻ സമയമായി. ഓക്കെ, ഗുഡ് നൈറ്റ്. താങ്ക് യു. ബൈ അരുൺ അങ്കിൾ. അടുത്ത തവണ ഞങ്ങളുടെ കൂടെ കുറച്ച് ദിവസമെങ്കിലും താമസിക്കണം. എനിക്ക് രാജീവിന്റെ കൂടെ കളിക്കണം. ഞാൻ അടുത്ത അവധിക്ക് രാജീവിനെയും കൂട്ടിക്കൊണ്ടുവന്ന് ഒരാഴ്ച നിന്റെ കൂടെ താമസിക്കാം കേട്ടോ. ഓ, മണി 10 രാജു. നീ സാധാരണ ഉറങ്ങാറുള്ള സമയമായി. ശരി മമ്മി, എനിക്ക് വല്ലാത്ത ക്ഷീണമുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് ഞാൻ ഇത്രയും സ്ഥലങ്ങളിൽ പോയിട്ടേ ഇല്ല. ഇന്നത്തെ ദിവസം ഞാൻ നന്നായിട്ട് ആഘോഷിച്ചു. താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ്. ഇവയാണ് നാം റെയിൽവേ സ്റ്റേഷനിൽ കാണുന്ന ചില കാര്യങ്ങൾ. ഇതാണ് പ്ലാറ്റ്ഫോം ടിക്കറ്റ്. ആരെയെങ്കിലും യാത്രയയക്കാനോ സ്വീകരിക്കാനോ നാം റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുകയാണെങ്കിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് വാങ്ങിച്ചുകൊണ്ടേ അകത്ത് കയറാൻ സാധിക്കൂ. ഇതാണ് ട്രെയിൻ. എത്രയോ ജനങ്ങൾക്ക്, എന്തിന് ആയിരക്കണക്കിന് ജനങ്ങൾക്ക് ട്രെയിനിൽ യാത്ര ചെയ്യാൻ സാധിക്കും. ഇതാണ് റെയിൽവേ ടിക്കറ്റ്. ട്രെയിനിൽ യാത്ര ചെയ്യണമെങ്കിൽ നാം ഇതുപോലൊരു ടിക്കറ്റ് വാങ്ങിയിരിക്കണം. നിങ്ങൾ എല്ലാരും നന്നായി രസിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. ബൈ. നമുക്ക് ഉടനെ വീണ്ടും കാണാം.